Hi dear students, welcome to our new class of Financial Accounting. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, അതിൻ്റെ മീനിങ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏതൊക്കെ ഐറ്റംസ് എവിടെയൊക്കെയാണ് എന്നൊക്കെ നമ്മൾ തിയറി പഠിച്ചു. ഇന്ന് നമ്മൾ ഒരു ട്രയൽ ബാലൻസിൽ നിന്നും എങ്ങനെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഫൈനൽ അക്കൗണ്ട് നമുക്കറിയാം, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റും. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇൻകം അറിയാൻ. ദെൻ അവിടെ നമ്മൾ ടെമ്പററി അക്കൗണ്ട്സ്, നോമിനൽ അക്കൗണ്ട്സിനെ ക്ലോസ് ചെയ്യുന്നു, അല്ലേ, എക്സ്പെൻസിനെ ഇൻകത്തിനെ ക്ലോസ് ചെയ്യുന്നു. അതിന് റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിസൾട്ട്, ട്രേഡിംഗ് അക്കൗണ്ട് റിസൾട്ട്, ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ്. അത് നമ്മൾ ഓണർക്കുള്ളതാണ്, ഓണറെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം നമുക്കുള്ള അക്കൗണ്ട് ബാലൻസുകൾ ഏതൊക്കെയാണ്? അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, അല്ലേ. അപ്പോൾ ഈ അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഈ അക്കൗണ്ടുകൾ വെച്ച് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ പറ്റുന്നു. ഇനി ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഓർഡർ ഉണ്ട്, അല്ലേ. ഓർഡർ ഓഫ് ലിക്വിഡിറ്റി, ഓർഡർ ഓഫ് പെർമനൻസ്. ലിക്വിഡിറ്റിയുടെ ഓർഡറിലോ അല്ലെങ്കിൽ ആ പെർമനൻസിൻ്റെ ബേസിസിലോ നമ്മൾ അസറ്റ്സുകളും ലയബിലിറ്റീസും ബാലൻസ് ഷീറ്റിൽ നമ്മൾ എഴുതുന്നു. ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് കൂട്ടി നോക്കുമ്പോൾ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ടാലി ആകും. അപ്പോൾ എല്ലാവരും തിയറി ഒക്കെ പഠിച്ചു, അതിൻ്റെ ഫോർമാറ്റ് ഒക്കെ പഠിച്ചു, ഐറ്റംസ് ഒക്കെ എവിടെയൊക്കെയാണ് വരേണ്ടതെന്ന് പഠിച്ചെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഫങ്ഷൻസിലേക്ക് പോവുകയാണ്. സമ്മറൈസിങ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ. സമ്മറൈസ് ചെയ്യുന്നു, ട്രയൽ ബാലൻസ് ചെയ്തു, അതിൽ നിന്നും ഇനി ഫൈനൽ അക്കൗണ്ട്, ദെൻ റിസൾട്ട് കണ്ടുപിടിച്ച് അതിനെ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നു നമ്മൾ. പിന്നെ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ ഈ ബിസിനസ്സിൻ്റെ റിസൾട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെയാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഒരു ട്രയൽ ബാലൻസിൽ നിന്നും നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം? ഫസ്റ്റ് നമ്മൾ ജേണൽ റെക്കോർഡ് ചെയ്തു, ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തു, ലെഡ്ജറിൽ നിന്ന് നമ്മൾ ട്രയൽ ബാലൻസ് റെഡിയായി. ട്രയൽ ബാലൻസിൽ നിന്ന് ഫൈനൽ അക്കൗണ്ട്, അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. The following is the trial balance of a trader on 31st December 2014. ഒരു ബിസിനസ്സിൻ്റെ ട്രയൽ ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഡേറ്റ് എന്നാണ് 31st December 2014. ട്രയൽ ബാലൻസ് ഐറ്റം വായിക്കുമ്പോൾ തന്നെ അത് ഫൈനൽ അക്കൗണ്ടിൽ, ട്രേഡിംഗ് അക്കൗണ്ടിലാണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ, ബാലൻസ് ഷീറ്റിലാണോ എന്ന് നമുക്ക് അന്നേരം തന്നെ മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് നോക്കിക്കേ, ക്യാപിറ്റൽ, ക്രെഡിറ്റ് ബാലൻസ് ആണ് ക്യാപിറ്റലിന്, അല്ലേ, 12,500. അപ്പോൾ ക്യാപിറ്റൽ നമുക്കറിയാം, ക്യാപിറ്റൽ എന്താണ്? ഓണറെ റെപ്രസെൻ്റ് ചെയ്യുന്ന അക്കൗണ്ട്. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, എക്സ്പെൻസ്, ഇൻകം. ഈ 5 ക്ലാസിഫിക്കേഷൻ ഏതാണിത്? ക്യാപിറ്റൽ, അല്ലേ. അപ്പോൾ ഇവിടെ എടുക്കും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ, ബാലൻസ് ഷീറ്റിലാണോ? ബാലൻസ് ഷീറ്റിൽ വരേണ്ട ഐറ്റമാണ്. ഓക്കെ. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ്, ഡെബിറ്റ് കോളത്തിലാണ് 800. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് എന്താണ്? അസറ്റ്, അല്ലേ. ട്രേഡിംഗ് അക്കൗണ്ട് ആണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ, ബാലൻസ് ഷീറ്റ് ആണോ? ബാലൻസ് ഷീറ്റ്, അല്ലേ. അസറ്റ് ആണ് ബാലൻസ് ഷീറ്റ്. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക്, അതും ഡെബിറ്റ് കോളമാണ്, ഓവർ ഡ്രാഫ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ക്യാഷ് അറ്റ് ബാങ്കും നമുക്ക് അസറ്റ് തന്നെ, അല്ലേ. അപ്പോൾ അസറ്റ് നമ്മൾ എടുക്കുന്നത് ഫൈനൽ അക്കൗണ്ടിൽ എവിടെയാണ്? ബാലൻസ് ഷീറ്റ്. ദെൻ അടുത്ത ഐറ്റം വേജസ്. വേജസ് ഡെബിറ്റ് കോളത്തിൽ 1,500. വേജസ് നമുക്കറിയാം ഏത് എക്സ്പെൻസ് ആണ്? എക്സ്പെൻസ് ആണെന്ന് മനസ്സിലായി. ഏത് എക്സ്പെൻസാണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അല്ലേ. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസുകൾ നമ്മൾ ക്ലോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസുകൾ നമ്മൾ എടുക്കുന്നത് ഏത് അക്കൗണ്ടിലാണ്? ഏത് ഫൈനൽ അക്കൗണ്ട്സിൽ എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ് വേജസ്. ദെൻ സാലറീസ്. സാലറീസ് ഡെബിറ്റ് ആണ്, എക്സ്പെൻസ് ആണ്, 1,000. സാലറി നമുക്കറിയാം എക്സ്പെൻസ് ആണ്. ഏത് എക്സ്പെൻസ് ആണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ നമ്മൾ എവിടെ ക്ലോസ് ചെയ്യുന്നത്? ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് സാലറി. ദെൻ ഓഫീസ് എക്സ്പെൻസ്, പേരിൽ തന്നെ മനസ്സിലാക്കാം, ഓഫീസിലുണ്ടാകുന്ന എക്സ്പെൻസുകൾ. അത് മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല. ബാക്കി ഓവറോൾ ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ആണ് ഓഫീസ് എക്സ്പെൻസ്.
അതും ഡെബിറ്റ് ആണ്, എക്സ്പെൻസ് ആണ്. എമൗണ്ട് ₹250. ഫൈനൽ അക്കൗണ്ടിൽ എവിടെ എടുക്കണം? ട്രേഡിംഗ് ആണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കാരണം ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ദെൻ റെന്റ് ആൻഡ് ടാക്സസ്. റെന്റ് വാടക കൊടുക്കുന്നു, പ്രൊഡക്ഷനോട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല, ഫാക്ടറി റെന്റ് എന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റെന്റ് ഡെബിറ്റ് എമൗണ്ട് ₹400. റെന്റ് കൊടുത്തു, എക്സ്പെൻസ് ആണ്. എന്നെ എക്സ്പെൻസ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് എവിടെ എടുക്കും? ഫൈനൽ അക്കൗണ്ടിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം. പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം നമുക്കറിയാം, ഗുഡ്സ് വിൽക്കാം. ദെൻ അല്ലാത്ത നമുക്ക് പോസ്റ്റുകളൊക്കെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന എക്സ്പെൻസ് ആണ് അല്ലേ. അപ്പോൾ ഗുഡ്സ് സെൻഡ് ഓൺ പോസ്റ്റ് എന്ന് പറയുന്നില്ല, പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാമിനെ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാ എക്സ്പെൻസും, എല്ലാ പോസ്റ്റിങ്ങിൻ്റെ എക്സ്പെൻസ് അവിടെ വരുന്നുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലേ, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എങ്ങോട്ടാണ് ക്ലോസ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ പവർ ആൻഡ് ഫ്യൂവൽ. പവർ ആൻഡ് ഫ്യൂവൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഏതിൻ്റെ എക്സാമ്പിളോ? ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് എവിടെ എടുക്കണ്ടേ? ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ പവർ ആൻഡ് ഫ്യൂവൽ എമൗണ്ട് ₹500 എവിടെ എടുക്കണം? ട്രേഡിംഗ് അക്കൗണ്ട്. ദെൻ ഇൻട്രസ്റ്റ്. വെറുതെ ഇൻട്രസ്റ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടതാണ്. ഇൻട്രസ്റ്റ് അലൗഡ് ആകാം, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആകാം. ഇവിടെ ഇൻട്രസ്റ്റ് എന്ന് മാത്രം പറയുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നു പറഞ്ഞേ? അതിൻ്റെ ബാലൻസ് ഏത് കോളത്തിലാണ് തന്നിരിക്കുന്നത്? ഡെബിറ്റ്. ഡെബിറ്റ് കോളത്തിൽ ₹100. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്രെഡിറ്റ് ആയിരുന്നെങ്കിൽ ഇൻകം ആയനെ. ഇത് എക്സ്പെൻസ് ആണ്, കാരണം ഡെബിറ്റ് കോളത്തിലാണ് ബാലൻസ് തന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റ് മാനുഫാക്ചറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല അല്ലേ. അപ്പോൾ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എവിടെ എടുക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കും. ദെൻ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷനും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അസറ്റിനുണ്ടാകുന്ന എക്സ്പെൻസ് ആണ് അല്ലേ. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, അതായത് തേയ്മാനം എന്നൊക്കെ പറയും. അതും ഡെബിറ്റ് ആണ്, എക്സ്പെൻസ് ആണ്. 200 എവിടെ എടുക്കും? ട്രേഡിംഗ് അക്കൗണ്ടിലാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ ബാലൻസ് ഷീറ്റിലാണോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കും. ദെൻ റിപ്പയേഴ്സ്. നമുക്ക് അസറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതിന് നമുക്ക് കുറച്ച് റിപ്പയേഴ്സ് ഒക്കെ വേണ്ടി വന്നു. റിപ്പയേഴ്സ് എക്സ്പെൻസ് ആണ്. ഡെബിറ്റ് കോളത്തിൽ ₹450. ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എവിടെ എടുക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ ബാഡറ്റ്. ബാഡറ്റ് എന്ന് പറഞ്ഞാൽ ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് ആർ ദ പേഴ്സൺസ് ഹു ഓവ്സ് മണി ടു ദ ബിസിനസ് അല്ലേ. നമുക്ക് ക്യാഷ് തരാനുള്ളവരാണ്. നമ്മൾ കടമായിട്ട് അവർക്ക് സാധനം വിറ്റു, അപ്പം നമുക്ക് അവർ ക്യാഷ് തരാനുണ്ട്. അങ്ങനെ ക്യാഷ് തരാനുള്ളതിൽ കുറച്ച് പേരൊക്കെ ചിലപ്പോൾ ഒന്ന് പറ്റിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് കുറച്ച് ക്യാഷുകൾ കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടാതെ പോകുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ് ബാഡറ്റ്. നമുക്ക് ക്യാഷ് തരാനുള്ള ഡെറ്റേഴ്സ് നമുക്ക് ആരെങ്കിലും ക്യാഷ് തരാതിരിക്കുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബാഡറ്റ്, കിട്ടാക്കടം എന്ന് പറയും. അപ്പോൾ ബാഡറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എല്ലാ ബിസിനസ്സിനും ഉണ്ടാകുന്ന സാധ്യതയാണ് ബാഡറ്റ്. ആ ബാഡറ്റ് ബിസിനസ്സിന് ലോസാണ് അല്ലെങ്കിൽ എക്സ്പെൻസ് ആണ് അല്ലേ, കിട്ടാനുള്ള ക്യാഷ് കിട്ടിയില്ല. അപ്പോൾ ബാഡറ്റ് ഡെറ്റേഴ്സിന് ലോസായി പോയി, എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ആണ് തന്നിരിക്കുന്നത് 250. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, എവിടെ കാണിക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കേണ്ട ഐറ്റമാണ്. ദെൻ അപ്പോൾ ഈ ബാഡറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഫിറ്റ് ചെയ്യുന്നൊരു പോർഷനൊക്കെ മാറ്റി വെക്കും, പ്രൊവിഷൻ ഫോർ ബാഡറ്റ് എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ബാഡറ്റ് ഇത്രയേ ഉള്ളൂ. ഡെറ്റേഴ്സ് നമുക്ക് ക്യാഷ് തരാനുള്ളവർ ആരെങ്കിലും തരാതിരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാക്കടമായി പോയി, ലോസാണ്. ദെൻ സ്റ്റോക്ക് ഓൺ 1st January 2014. 1st January 2014 നമുക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ്, നമുക്ക് തന്നിരിക്കുന്ന ട്രയൽ ബാലൻസ് 31st December 2014 ആണ് തന്നിരിക്കുന്നത്. ഇത് അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡാണ്. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് തന്നേക്കുന്നു 1st January 2014. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം, ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ. 1st January ഇരിക്കുന്ന സ്റ്റോക്കാണത് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് എവിടെ എടുക്കേണ്ട ഐറ്റമാണ്? ഫൈനൽ അക്കൗണ്ടിൽ, ട്രേഡിംഗ് അക്കൗണ്ടിലെ ഫസ്റ്റ് ഐറ്റമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഈ ഡേറ്റ് വെച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെന്ന് കേട്ടോ. ദെൻ പർച്ചേസസ്, ഡെബിറ്റ് ₹5,000. പർച്ചേസസ് ഡയറക്റ്റ് എക്സ്പെൻസ് എവിടെ എടുക്കണം? ട്രേഡിംഗ് അക്കൗണ്ടിൽ രണ്ടാമത്തെ ഐറ്റമാണ് പർച്ചേസസ്. ദെൻ സെയിൽസ് നമുക്കറിയാം ഡയറക്റ്റ് ഇൻകം. ക്രെഡിറ്റ് സൈഡിൽ 8,500. ഡയറക്റ്റ് ഇൻകം സെയിൽസ് എവിടെ എടുക്കേണ്ട ഐറ്റമാണ്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം.
Then bills receivable. ഡെബിറ്റ് കോളത്തിൽ ₹1000. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് തരാനുള്ളവർക്ക് നിങ്ങൾ പഠിക്കുന്നതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ലേ, അതിൻ്റെ ചെക്ക് പോലെ തന്നെ അതിന് പകരം ബില്ല് തരാം. ബിൽസ് റിസീവബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളതാണ്. റിസീവബിൾ കിട്ടാനുള്ളതാണ്. അപ്പം നമുക്ക് ക്യാഷ് ആയിട്ട് പോലെ തന്നെ കിട്ടാനുള്ള അസറ്റാണ് എന്ത്, ബിൽസ് റിസീവബിൾ. ഡെബിറ്റ് കോളമാണ് അല്ലേ. അപ്പോൾ ബിൽസ് റിസീവബിൾ നമുക്ക് കിട്ടാനുള്ള ഇൻകമാണ്, ഡെബിറ്റാണ്, അസറ്റാണ്. ബിൽസ് റിസീവബിൾ അസറ്റാണ്. അസറ്റ് നമ്മൾ എവിടെ എടുക്കുന്നത്, ബാലൻസ് ഷീറ്റ്. ദെൻ ബിൽസ് പേയബിൾ ക്രെഡിറ്റ് കോളത്തിൽ ₹2000. ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുക്കാനുള്ളവർക്ക് നമ്മൾ കൊടുക്കുക, അതുപോലെ തന്നെ കൊടുക്കാനുള്ള ഒരു ലൈബിലിറ്റിയാണ് ബിൽസ് പേയബിൾ. അപ്പോൾ ബിൽസ് പേയബിൾ എവിടെ വരും, ലൈബിലിറ്റി എവിടെ റെക്കോർഡ് ചെയ്യുന്നത്, ഫൈനൽ അക്കൗണ്ടിൽ, ബാലൻസ് ഷീറ്റ്. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് ആർ ദ പേഴ്സൺസ് ടു ഹൂം ബിസിനസ് ഓസ് മണി അല്ലേ. ബിസിനസ് ക്യാഷ് കൊടുക്കാനുള്ളവരാണ്, കടമായിട്ട് കൊടുക്കാനുള്ളവരാണ് ക്രെഡിറ്റേഴ്സ്. കടമായിട്ട് നമ്മൾ സാധനം മേടിച്ചു, അപ്പോൾ നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കണം. ബിസിനസ്സിൻ്റെ ലൈബിലിറ്റിയാണ് ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് മീൻസ് ടോട്ടൽ ഒരുപാട് പേരുണ്ട്. ക്രെഡിറ്റ് കോളത്തിൽ 3800. അപ്പോൾ ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റി എവിടെ എടുക്കുന്നത്, ബാലൻസ് ഷീറ്റിൽ. ദെൻ സൺട്രി ഡെറ്റേഴ്സ് ആരാണ്, നമുക്ക് ക്യാഷ് തരാനുള്ളവർ അല്ലേ. ഡെറ്റേഴ്സ് ആർ ദ പേഴ്സൺസ് ഹു ഓസ് മണി ടു ദി ബിസിനസ്. അപ്പം നമുക്ക് ക്യാഷ് തരാനുള്ളവർ, നമുക്ക് അവർ ക്യാഷ് തരും, എന്തെങ്കിലും തരും. അപ്പം നമുക്ക് ആരാണ് അവർ, അസറ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ ഡെറ്റേഴ്സ് നമുക്ക് അസറ്റാണ്. അസറ്റ് എവിടെ എടുക്കണം, ബാലൻസ് ഷീറ്റ്. ദെൻ ഫർണിച്ചർ എമൗണ്ട് ₹750. ഫർണിച്ചർ അസറ്റ്, പേര് കേൾക്കുമ്പോൾ അറിയാം അല്ലേ, അസറ്റാണ്. അസറ്റ് ഫൈനൽ അക്കൗണ്ടിൽ എവിടെ എടുക്കും, ബാലൻസ് ഷീറ്റ്. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി അഗെയിൻ ഡെബിറ്റ് $2850. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്താ, അസറ്റ്, ബാലൻസ് ഷീറ്റ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് തന്നെ അസറ്റ്, ഡെബിറ്റ് ആണ്, 5000. അസറ്റ് എവിടെ എടുക്കും, ബാലൻസ് ഷീറ്റ്. ദെൻ ലാസ്റ്റ് ഐറ്റം ഡ്രോയിങ്സ് എന്താണ്, പേഴ്സണൽ വിഡ്രോവൽ ഓഫ് ദി ഓണർ ഫ്രം ദി ബിസിനസ്സിൽ നിന്നും സ്വന്തം പേഴ്സണൽ യൂസിന് വേണ്ടി ഓണർ വിഡ്രോ ചെയ്യുവാണെങ്കിൽ അത് ഡ്രോയിങ്സ് ആണ്. അത് നമുക്ക് ട്രേഡിങ്ങിൽ എടുക്കത്തില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കത്തില്ല. ഡ്രോയിങ്സ് നമ്മൾ എവിടെ എടുക്കുന്നത്, ബാലൻസ് ഷീറ്റിൽ. ഓണറെ റെപ്രസെൻ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് നമുക്ക് ഏതാ, ക്യാപിറ്റൽ. ആ ക്യാപിറ്റലിൽ ഈ ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. അങ്ങനെ ട്രയൽ ബാലൻസ് തന്നിരിക്കുന്നു. ട്രയൽ ബാലൻസിൻ്റെ ടോട്ടൽ തന്നിട്ടുണ്ട് 26,800. ഇനി ബാക്കി നോക്കിയേ. The stock on 31st December 2014 was ₹6,500. The stock on 31st December 2014. That means closing stock. Closing stock നമുക്ക് ട്രയൽ ബാലൻസിനുള്ളിലല്ല തന്നിരിക്കുന്നത്, പുറത്താണ് തന്നിരിക്കുന്നത്. കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം ഈ വർഷം സെയിൽസ് നടന്നില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാണ് നോർമൽ കേസ് അത് കണ്ടുപിടിക്കുന്നത്. ചില കേസിൽ അത് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും കണ്ടുപിടിക്കും. അതായത് അന്നേരം അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ആ പർച്ചേസിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കാണത്തില്ല. അതിന് പറഞ്ഞ പേരാണ് അഡ്ജസ്റ്റഡ് പർച്ചേസസ്. അങ്ങനെ വരുമ്പോൾ ഇത് ട്രയൽ ബാലൻസിനുള്ളിൽ ആ അക്കൗണ്ട് അവിടെയുണ്ട്. അതുകൊണ്ട് ട്രയൽ ബാലൻസിനുള്ളിൽ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കും. പക്ഷേ നോർമൽ കേസിൽ അത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ടുകളുടെ ബാലൻസാണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് അത് കഴിഞ്ഞാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അത് ട്രയൽ ബാലൻസിന് പുറത്താണ് തന്നിരിക്കുന്നത് 6,500. ഇങ്ങനെ ട്രയൽ ബാലൻസിന് പുറത്ത് തന്നിരിക്കുന്ന ഐറ്റംസിന് പറയുന്ന പേരാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയും. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ട്രയൽ ബാലൻസ് കഴിഞ്ഞ് തരുന്ന ഐറ്റംസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 സ്ഥലത്ത് എടുക്കണം. ഒന്നെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും. ഏതെങ്കിലും 2 സ്ഥലത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ എടുക്കും. ട്രയൽ ബാലൻസിന് ഉള്ളിൽ തന്നിരിക്കുന്ന ഐറ്റംസ് ഫൈനൽ അക്കൗണ്ട്സ് 3 അല്ലേ, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഈ 3 എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ ട്രയൽ ബാലൻസിനുള്ളിൽ തന്നിരിക്കുന്ന ഐറ്റം. ട്രയൽ ബാലൻസിന് പുറത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് തന്നിരിക്കുന്ന ഐറ്റം നമ്മൾ ഫൈനൽ അക്കൗണ്ട് 2 സ്ഥലത്ത് റെക്കോർഡ് ചെയ്യും. ഇതൊന്ന് ഓർത്തിരിക്കണം. കാരണം അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസ് കഴിഞ്ഞ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അല്ലെങ്കിൽ നമ്മൾ ഈ വർഷം കൊടുത്ത ഒരു എക്സ്പെൻസിനകത്ത് അടുത്ത മാസത്തെ എക്സ്പെൻസും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മാസം കൊടുത്ത റെൻറ്റിനകത്ത് അടുത്ത മാസം കൂടെ കൂട്ടിക്കൊടുത്തു. അപ്പോൾ ഈ മാസത്തെ ഇൻകം കണ്ടുപിടിക്കണമെങ്കിൽ അത് കുറയ്ക്കണം അല്ലേ. അപ്പം പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരും. അത് 2 സ്ഥലത്ത് നമ്മൾ എടുക്കും. ട്രയൽ ബാലൻസിനുള്ളിൽ തന്നിരിക്കുന്നത് ഒരു സ്ഥലത്ത് മാത്രമേ എടുക്കുകയുള്ളൂ. അതൊന്ന് ഓർത്തിരിക്കുക. സോ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ
trading and profit and loss account for the year ending 31st December 2014 and a balance sheet as on that date. ഇപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇതിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കറിയാം ഏതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഓരോ ഐറ്റം പറഞ്ഞപ്പോൾ തന്നെ എവിടെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ മാർക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങാം. ഫോർമാറ്റ് അറിയാലോ, അക്കൗണ്ടാണ്. ടി ഫോം, ഡെബിറ്റ്, then credit, particulars amount, heading trading and profit and loss account for the year ended ഇവിടെ പറയുന്നത് 31st December 2014. So for the year ended 31st December 2014. ട്രേഡിംഗ് അക്കൗണ്ട് ആണ് ആദ്യത്തെ പോർഷൻ. അത് കഴിഞ്ഞാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഫോർമാറ്റ് പഠിച്ചത് പറഞ്ഞായിരുന്നു. വരേണ്ട ഫസ്റ്റ് ഐറ്റം ഏതാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്. ഡെബിറ്റ് സൈഡിലെ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കിയേ. ഉണ്ട് അല്ലേ? സ്റ്റോക്ക് ഓൺ 1st January 2014 2500. അപ്പോൾ ഡെബിറ്റ് കോളത്തിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 2500. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്തു. ഡെബിറ്റ് സൈഡിൽ വരുന്ന അടുത്ത ഐറ്റം ഏതാണ്? ഡയറക്റ്റ് പർച്ചേസ് അല്ലേ? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ പർച്ചേസ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ്. അപ്പോൾ ഫോർമാറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പർച്ചേസസ് ചെയ്യുന്ന റിട്ടേൺസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഇവിടെ റിട്ടേൺസ് ഒന്നും ട്രയൽ ബാലൻസ് തന്നിട്ടില്ല, അതുകൊണ്ട് ഇവിടെ റിട്ടേൺസ് ഇല്ല. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പർച്ചേസസ് റിട്ടേൺസ്. പർച്ചേസസിന് ഡെബിറ്റ് ബാലൻസ് ആണ്, പർച്ചേസസ് റിട്ടേൺസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. പർച്ചേസസിന് ഡെബിറ്റ് ബാലൻസും പർച്ചേസസ് റിട്ടേൺസിന് ക്രെഡിറ്റ് ബാലൻസും. സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസും സെയിൽസ് റിട്ടേൺസിന് ഡെബിറ്റ് ബാലൻസുമാണ്. അപ്പം റിട്ടേൺസ് എന്ന് മാത്രം പറഞ്ഞ് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റിക്കരുത്. പർച്ചേസ് റിട്ടേൺസിനാണ് ക്രെഡിറ്റ് ബാലൻസ്, അതായത് പർച്ചേസിന് ഡെബിറ്റ് ബാലൻസ് ആണ്, അപ്പോൾ പർച്ചേസ് റിട്ടേൺസിന് ക്രെഡിറ്റ് ബാലൻസ്. സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, സെയിൽസ് റിട്ടേൺസിന് ഡെബിറ്റ് ബാലൻസ്. ഇവിടെ റിട്ടേൺസ് ഒന്നുമില്ല, പർച്ചേസസ് മാത്രമേ ഉള്ളൂ. എമൗണ്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 5000. ഓക്കെ. ഇനി വരുന്ന ഐറ്റം ഏതാണ്? ഡയറക്റ്റ് എക്സ്പെൻസസ്. ഉണ്ടോ നോക്കി. ക്യാപിറ്റൽ അല്ല, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക് അല്ല, വേജസ്. വേജസ് എവിടെ വരുന്ന ഐറ്റം ആണ്? ട്രേഡിംഗ് അക്കൗണ്ട്. പർച്ചേസസിന്റെ താഴെ വേജസ്. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. എമൗണ്ട് 1500. ഇവിടെ വേജസ് ആൻഡ് സാലറീസ് എന്നായിരുന്നെങ്കിൽ ഇവിടെ എടുത്താനേ. സാലറീസ് ആൻഡ് വേജസ് എന്നായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കത്തില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്താനേ. ദെൻ അടുത്ത ഐറ്റം സാലറി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസുകൾ വല്ലതും ഉണ്ടോയെന്ന് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റെന്റ്, പോസ്റ്റേജ്, ദെൻ പവർ ആൻഡ് ഫ്യൂവൽ. പവർ ആൻഡ് ഫ്യൂവൽ ഏത് ഐറ്റം ആണത്? ഡയറക്റ്റ് എക്സ്പെൻസ്. സോ അടുത്ത ഐറ്റം പവർ ആൻഡ് ഫ്യൂവൽ. എമൗണ്ട് 500. ഇനി താഴോട്ട് വായിച്ചു നോക്കുക. ഡയറക്റ്റ് എക്സ്പെൻസ് വല്ലതും ഉണ്ടോ? ഇല്ല. ഡയറക്റ്റ് എക്സ്പെൻസും എല്ലാം നമ്മൾ എടുത്തു. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. ഫസ്റ്റ് ഐറ്റം ഏതാണ്? സെയിൽസ്. സെയിൽസ് ഇൻകം ആണ്. ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അപ്പോൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ബൈ സെയിൽസ്. ഇവിടെ റിട്ടേൺസ് ഒന്നുമില്ല, അത് ലെസ് ചെയ്യാനൊന്നുമില്ല. സെയിൽസിന്റെ എമൗണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 8500. ഇനി ഒറ്റ ഐറ്റമേ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരാനുള്ളൂ. ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എമൗണ്ട് എത്രയാണ്? 6500. ഇത്ര ഐറ്റമേ ഉള്ളൂ ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ഐറ്റം എല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തു. ഇനി നമ്മൾ ട്രേഡിങ്ങിന്റെ റിസൾട്ട് നോക്കുവാണ്. അതായത് ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ പോവാണ്. ബാലൻസ് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. രണ്ട് സൈഡും കൂട്ടി നോക്കണം. രണ്ട് സൈഡും കൂട്ടി നോക്കിയിട്ട് കൂടുതലുള്ളത് ടോട്ടലായിട്ട് എഴുതുക, കുറവുള്ളത് ബാലൻസ് വരും അല്ലേ? ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത്. ഇത്ര വരും ടോട്ടൽ
15,000. രണ്ടിടത്തും 15,000 എഴുതുക. ഇവിടെ 15,000 ഇല്ല, ബാലൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടെ നിൽക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് ഗ്രോസ് പ്രോഫിറ്റ്. ഇവിടെ എന്ത് വരും? ഇവിടെ നമ്മൾ സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ഇവിടെ റിസൾട്ട് ആണ്, റിസൾട്ടിന്റെ പേരാണ് ഗ്രോസ് പ്രോഫിറ്റ്. സോ ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ. ഇവിടെ ബാലൻസ് വരും 15,000 നിന്ന് 2,500, 5,000, 1,500, 500 ഇത്രയും ലെസ് ചെയ്ത് കഴിയുമ്പോൾ 15,000 നിന്ന് ഇത്രയും എക്സ്പെൻസ് ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് എത്ര കിട്ടും? 5,500 നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് കയ്യിരിക്കുന്ന ആദ്യം എടുത്തു. ട്രേഡിംഗുമായിട്ട് ബന്ധപ്പെട്ട പർച്ചേസ് എന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ക്ലോസ് ചെയ്തു, വേജസ് ക്ലോസ് ചെയ്തു, ദെൻ പവർ ആൻഡ് ഫ്യൂവൽ ഇത്രയും ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ഡയറക്റ്റ് ഇൻകം സെയിൽസ് ക്ലോസ് ചെയ്തു. ബാലൻസ് ഇരിക്കുന്ന സെയിൽസ് നടത്തിയിട്ടില്ല, അപ്പോൾ ബാലൻസ് ഇരിക്കുന്ന സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ എടുത്തു. ക്രെഡിറ്റ് സൈഡാണ് കൂടെ നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്കിവിടെ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. ഈ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങുന്നത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നാണ്. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ബ്രോഡ് ഡൗൺ ചെയ്യും. സോ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ 5,500. ഇവിടെ തൊട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതൊന്നും വേണ്ട, നമ്മളിവിടെ കോമൺ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് തീർന്നു, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം ഇവിടെ ക്ലോസ് ചെയ്യും, ഇൻഡയറക്റ്റ് ഇൻകത്തിനെല്ലാം ഇവിടെ ക്ലോസ് ചെയ്യും. ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ ആദ്യത്തെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഏതാണ്? സാലറീസ് അല്ലേ. സാലറീസ് കിടപ്പുണ്ട്. സോ ടു സാലറിയുടെ എമൗണ്ട് 1,000. ഇനി ഓഫീസ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് ആണ് അല്ലേ. അടുത്ത ഐറ്റം ഓഫീസ് എക്സ്പെൻസ്. ഓഫീസ് എക്സ്പെൻസ് എമൗണ്ട് നോക്കിയേ 250. ട്രയൽ ബാലൻസ് നോക്കി. അടുത്ത ഐറ്റം റെന്റ് ആൻഡ് റേറ്റ്സ്. റെന്റ് ആൻഡ് റേറ്റ്സ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലേ. റെന്റ് ആൻഡ് റേറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. റെന്റ് ആൻഡ് റേറ്റ്സ്, റെന്റ് ആൻഡ് ടാക്സസ്, റെന്റ് പെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. റെന്റ് ആൻഡ് റേറ്റ്സ് എമൗണ്ട് 400. ട്രയൽ ബാലൻസ് അടുത്ത ഐറ്റം പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം. ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ പോസ്റ്റേജ് ആൻഡ് ടെലിഗ്രാം എമൗണ്ട് എത്രയാ? 500. ദെൻ പവർ ആൻഡ് ഫ്യൂവൽ നമ്മൾ ഓൾറെഡി ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തു, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരുന്നു. ഇൻട്രസ്റ്റ്, വെറുതെ ഇൻട്രസ്റ്റ് എന്നേ പറയുന്നുള്ളൂ. ഇൻട്രസ്റ്റ് എന്ന് മാത്രം പറഞ്ഞ് ഡെബിറ്റ് കോളത്തിൽ എമൗണ്ട് തന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് പെയ്ഡ് എക്സ്പെൻസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും ഇൻട്രസ്റ്റ്. പിന്നെ വെറുതെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലൻസ് നോക്കിയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എക്സ്പെൻസ് ആണ് 100. ദെൻ ഡിപ്രീസിയേഷൻ, അസറ്റിനുണ്ടാകുന്ന എക്സ്പെൻസ് അല്ലേ. എന്താണത്? അതും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ ടു ഡിപ്രീസിയേഷൻ. ഇതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്ത് പോവാണ്. ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് 200. ഇനി റിപ്പയേഴ്സ്, മെഷീനറി ഒക്കെ റിപ്പയേഴ്സ് വന്നു. റിപ്പയേഴ്സും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിപ്പയേഴ്സിൻ്റെ എമൗണ്ട് 450. ദെൻ ട്രയൽ ബാലൻസ് അടുത്ത ഐറ്റം ബാഡറ്റ് ഞാൻ പറഞ്ഞു ഡെറ്റേഴ്സ് ആണ്. നമുക്ക് ക്യാഷ് തരാനുള്ള ഡെറ്റേഴ്സിനകത്ത് ആരെങ്കിലും ക്യാഷ് തരാതെ പോയാലും നമുക്ക് ലോസ് ആണ്, അല്ലെങ്കിൽ എക്സ്പെൻസ് ആണ്, കിട്ടാക്കട. അതിൻ്റെ പേരാണ് ബാഡറ്റ്. ഇൻഡയറക്റ്റ് ആണ്. സോ ടു ബാഡറ്റ് എമൗണ്ട് 250. ഇനി ട്രയൽ ബാലൻസ് നോക്കിക്കേ. അടുത്ത ഐറ്റം സ്റ്റോക്ക് ഓൺ. ഫസ്റ്റ് ജനുവരി നമ്മൾ എടുത്തു, പർച്ചേസസ് എടുത്തു, സെയിൽസ് എടുത്തു. ദെൻ ബിൽസ് റിസീവബിൾസ് പേയബിൾ ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആൻഡ് ഡെറ്റേഴ്സ് ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. ഫർണിച്ചർ, പ്ലാൻ ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഡ്രോയിങ്സ് ഇതെല്ലാം ബാലൻസ് ഷീറ്റ് ഐറ്റം ആണ്. അപ്പം നമ്മൾ
ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം ഇവിടെ ക്ലോസ് ചെയ്തു അല്ലേ. സാലറിക്ക് ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു, ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്തു. എങ്ങോട്ടാണ് ക്ലോസ് ചെയ്തത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡേറ്റ ടു സാലറി. അല്ലെങ്കിൽ ഓഫീസ് എക്സ്പെൻസ് ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു അല്ലേ. അതായത് അതിൻ്റെ എൻട്രി എങ്ങനെയായിരുന്നു? ഓഫീസ് എക്സ്പെൻസ് ഉണ്ടായപ്പോൾ എൻട്രി ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ, ഡെബിറ്റ് ആയതുകൊണ്ട് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ചെയ്തു ടു ക്യാഷ്. ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ എൻട്രി. ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഓഫീസ് എക്സ്പെൻസ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ക്യാഷ് പോയി ടു ക്യാഷ്. പിന്നെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഇതിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിനെ ക്രെഡിറ്റ് ചെയ്യണം. എങ്ങോട്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എൻട്രി എങ്ങനെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഓഫീസ് എക്സ്പെൻസ്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് വന്നു, ഇവിടെ ക്രെഡിറ്റ് വന്നു, ഈ അക്കൗണ്ട് ഇവിടെ ക്ലോസ് ആയി. അങ്ങനെയാണ് ഈ അക്കൗണ്ട് ക്ലോസ് ആവുന്നത്. ഈ എൻട്രിക്ക് പറയുന്ന പേരാണ് ക്ലോസിംഗ് എൻട്രി. അങ്ങനെ നമ്മൾ എക്സ്പെൻസുകളെല്ലാം ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി ഇൻഡയറക്റ്റ് ഇൻകം വല്ലതും ഉണ്ടെന്ന് നോക്കിയാൽ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, റെന്റ് റിസീവ്ഡ് അങ്ങനെ വല്ല ഐറ്റം ഉണ്ടോ? ഒന്നുമില്ല അല്ലേ. അപ്പം നമുക്കിവിടെ വരാൻ ഇൻകം ഒന്നുമില്ല. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്താൽ മതി. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നോക്കുക, രണ്ട് സൈഡ് നോക്കണം. കൂടി നിൽക്കുന്ന എമൗണ്ട് നമ്മൾ ഇറക്കി എഴുതും. ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നത് അല്ലേ. അപ്പോൾ 5,500 ഇറക്കി എഴുതി. ഇറക്കി എഴുതി. ഇവിടെയാണ് ബാലൻസ് വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കുന്നു, ഡെബിറ്റ് സൈഡ് കുറഞ്ഞു നിൽക്കുന്നു. അതിന് പറയുന്ന പേരെന്താ? നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെയാണ് വരുന്നത് അല്ലേ. ഇവിടെ എഴുതുക നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ആർക്കുള്ളതാ? ഇത് നോമിനൽ അക്കൗണ്ട് ആണ്, ക്ലോസ് ചെയ്യണം. അപ്പോൾ ക്യാരി ഡൗൺ ബ്രോഡ് ഡൗൺ ഒന്നുമില്ല, ക്ലോസ് ചെയ്യുവാണ്. നെറ്റ് പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? ഓണർക്കുള്ളതാണ്. ഓണറെ റെപ്രസെന്റ് ചെയ്യുന്ന അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു എങ്ങോട്ടാ? ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട്. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. 1,500 നിന്ന് ഈ എക്സ്പെൻസുകളെല്ലാം ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എല്ലാം ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് 2,350 നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേര് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഇൻകം അറിയാമെന്ന് നോക്കിക്കേ. അറിയാം അല്ലേ. പ്രോഫിറ്റ് എഴുതി നോക്കുമ്പോൾ അറിയാം. ട്രേഡിങ്ങിൻ്റെ റിസൾട്ട് 5,500 രൂപ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അല്ലാതെ ബിസിനസിൻ്റെ ഓവറോൾ പ്രോഫിറ്റ് 2,350 കിട്ടി. ഈ അക്കൗണ്ടിങ് ഇയർ 2014 നമ്മുടെ പ്രോഫിറ്റ് ഇത് നമുക്കറിയാൻ പറ്റുന്നു അല്ലേ, ഇൻകം. അതുകൊണ്ടാണ് ഇതിനെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പോൾ ഇതിനെയും ക്ലോസ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു, ക്യാപിറ്റലിനെയും ക്ലോസ് ചെയ്തു. നെറ്റ് ലോസ് ആയിരുന്നെങ്കിൽ നമുക്കറിയാം ഇവിടെ എമൗണ്ട് കൂടുതൽ വരും അല്ലേ. അപ്പോൾ ഇവിടെ വരും നെറ്റ് ലോസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഐറ്റംസ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് എക്സ്പെൻസുകൾ ട്രേഡിങ്ങിന് എടുക്കുന്നു, ഡയറക്റ്റ് ഇൻകം ട്രേഡിങ്ങിന് ക്രെഡിറ്റ് സൈഡിൽ എടുക്കുന്നു. ദെൻ അതിനുവേണ്ടിയുള്ള എൻട്രിക്ക് പറഞ്ഞവരെ ക്ലോസിംഗ് എൻട്രി. ബാക്കിയുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ, ഇൻഡയറക്റ്റ് ഇൻകം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ കണ്ടിന്യൂസ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഗ്രോസ് പ്രോഫിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രോസ് ലോസ് ആണെങ്കിൽ ഇവിടെ വരും ടു ഗ്രോസ് ലോസ് ബ്രോട്ട് ഡൗൺ എന്ന് പറയും. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഇല്ല, ക്ലോസ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നെറ്റ് ലോസ് ആണെങ്കിൽ ക്യാപിറ്റലിലേക്ക് നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് അക്കൗണ്ടുകളുടെ ബാലൻസ് വെച്ച്. അപ്പം നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ഫൈനൽ അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നമുക്കറിയാം. അക്കൗണ്ട് അല്ല, സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ബാലൻസ് ഷീറ്റ് പർട്ടിക്കുലർ ഡേറ്റിലാണ്, ഓൺ 31st December 2014. രണ്ട് സൈഡ്, ലെഫ്റ്റ് സൈഡ് ലയബിലിറ്റീസ്, റൈറ്റ് സൈഡ് അസറ്റ്സ്. അപ്പോൾ ഇത് എഴുതാൻ പോകുമ്പോൾ ആദ്യം തീരുമാനിക്കണം നമ്മൾ ഏത് ഓർഡറിലാണ് എഴുതുന്നത്.
ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആണോ ഓർഡർ ഓഫ് പെർമനൻസ് ആണോ, ഏതെങ്കിലും ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാം, ഏതെങ്കിലും ഒരു ഓർഡർ പഠിച്ചിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയിലാണ് എഴുതാൻ പോകുന്നത്. ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, അസറ്റ് സൈഡ് ആണെങ്കിൽ മോസ്റ്റ് ലിക്വിഡ് അസറ്റ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ക്യാഷ്. ക്യാഷിലേക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ കപ്പാസിറ്റി എബിലിറ്റിക്ക് പറയുന്ന പേരാണ് ലിക്വിഡിറ്റി. അപ്പോൾ അതനുസരിച്ച് വരുമ്പോൾ അസറ്റ് സൈഡ് നമുക്കറിയാം ഏറ്റവും മോസ്റ്റ് ലിക്വിഡ് ഐറ്റം ഏതാണ്? ക്യാഷ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങനെ പോരും. ഏറ്റവും ലാസ്റ്റ് ഐറ്റമായിട്ട് ഫർണിച്ചറൊക്കെ വരും, ഫിക്സഡ് അസറ്റുകൾ വരും. ദെൻ ലയബിലിറ്റി ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയുടെ ബേസിസിൽ ലയബിലിറ്റി സൈഡ് എഴുതുമ്പോൾ എങ്ങനെ വരും? എത്രയും പെട്ടെന്ന് അതിൻ്റെ ആ അർജൻസി ടു പേ അല്ലേ, അത് നമുക്ക് പെട്ടെന്ന് പേയ്മെൻറ്റ് കൊടുക്കേണ്ട ലയബിലിറ്റീസ് അതിൻ്റെ ബേസിസിൽ, അതായത് ക്രെഡിറ്റേഴ്സ് ആദ്യം വരും. ക്രെഡിറ്റേഴ്സൊക്കെ ആദ്യം വന്നു കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന ആർക്കാണ്? ഓണർക്ക്, ക്യാപിറ്റൽ അല്ലേ, ക്യാപിറ്റൽ അക്കൗണ്ട് ഏറ്റവും ലാസ്റ്റ് വരും. അപ്പോൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയുടെ ബേസിസിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ട്രയൽ ബാലൻസ് നോക്കുക. ഫസ്റ്റ് ഐറ്റം ക്യാപിറ്റൽ ആയിരുന്നു, അത് ബാലൻസ് ഷീറ്റിലാണ് എടുക്കേണ്ടത്. ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി ആണ്, ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആണ്, അതുകൊണ്ട് ലാസ്റ്റ് ഐറ്റം ഇപ്പോൾ എടുക്കണ്ട. രണ്ടാമത്തെ ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ് ആയിരുന്നു, അസറ്റ് ആണ് അല്ലേ, ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. സോ ഫസ്റ്റ് ഐറ്റം ഇൻ അസറ്റ് സൈഡ് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. എമൗണ്ട് എത്രയാണ്? ഡെബിറ്റ് കോളത്തിൽ 800. നെക്സ്റ്റ് ഐറ്റം ക്യാഷ് അറ്റ് ബാങ്ക്. ഏറ്റവും അടുത്ത ലിക്വിഡ് ഐറ്റം ക്യാഷ് അറ്റ് ബാങ്ക് തന്നെ. സോ അടുത്ത ഐറ്റം ക്യാഷ് അറ്റ് ബാങ്ക്. എത്രയാണ് എമൗണ്ട്? 2000. ഇനി അടുത്ത ഐറ്റം വരുന്നതാണ് ട്രയൽ ബാലൻസ്. താഴോട്ട് വായിച്ചു നോക്കിയാൽ ബാക്കി ഐറ്റംസ് എല്ലാം നമ്മൾ എടുത്തു. പിന്നെ ഉള്ളത് നമ്മുടെ ബിൽസ് റിസീവബിൾ അല്ലേ, അതാണ് ഇനി എടുക്കാനുള്ള ഐറ്റം. എടുത്ത ഐറ്റം നിങ്ങൾ മാർക്ക് ചെയ്ത് പോണേ. അപ്പോൾ ബിൽസ് റിസീവബിൾ ആണ് ഇനി അടുത്ത ഐറ്റം. ബിൽസ് റിസീവബിൾ നമുക്കറിയാം കിട്ടാനുള്ളതാണ്, ബില്ലാണ്, ബാങ്കിൽ പോയി പ്രസന്റ് ചെയ്താൽ നേരെ ക്യാഷ് ആകും. അപ്പം ലിക്വിഡ് ഐറ്റം ആണല്ലോ. അടുത്ത ഐറ്റം ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ എമൗണ്ട് എത്രയാണ്? 1000. ഇനി അടുത്ത ഐറ്റം ബിൽസ് പേയബിൾ, ലയബിലിറ്റി ആണല്ലേ. ലയബിലിറ്റി സൈഡ് നമുക്ക് അസറ്റ് സൈഡ് എഴുതി കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് എഴുതി കഴിഞ്ഞിട്ട് വേണം അടുത്ത സൈഡ് എഴുതാൻ. അപ്പോൾ ഇനി ബിൽസ് പേയബിൾ ലയബിലിറ്റി ആണ്, സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്, സൺട്രി ഡെറ്റേഴ്സ്. ബിൽസ് റിസീവബിൾ പോലെ തന്നെ നമുക്ക് ക്യാഷ് തരാനുള്ളവർ കൊണ്ടുതരാമല്ലോ, ലിക്വിഡ് ഐറ്റം ആണ്. സോ സൺട്രി ഡെറ്റേഴ്സ്. സൺട്രി ഡെറ്റേഴ്സ് എമൗണ്ട് അറിയാം, 750. ഓക്കെ, ക്യാഷ് ഐറ്റം ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റം കയ്യിലുള്ളത്, പിന്നെ ബാങ്കിലുള്ളത്, ബില്ല് പ്രസന്റ് ചെയ്ത ക്യാഷ് ആകും. ദെൻ ഡെറ്റേഴ്സ് കൊണ്ടു തന്ന ക്യാഷ് ആകും. ഇത് കഴിഞ്ഞ് നോർമൽ കേസ് വരേണ്ട ഐറ്റം ആണ് നമ്മുടെ കയ്യിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് എപ്പോൾ ഡിമാൻഡ് വന്നാലും സെയിൽസ് ആകും, ക്യാഷ് ആകും. സോ അടുത്ത ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തരുന്ന ഐറ്റം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ട് സ്ഥലത്ത് വരും. ഒന്നെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും, അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് തന്നിരുന്നത്. ആ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓൾറെഡി എടുത്തു അല്ലേ. ഇനി ഒരു സ്ഥലത്തും കൂടെ വരും, എവിടെയാണ്? ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആണ്. എമൗണ്ട് 6500. അല്ലാത്ത ഐറ്റംസ് ഇപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ട്രയൽ ബാലൻസിനുള്ളിലാണ് തന്നിരുന്നത്. അപ്പോൾ നമ്മൾ അസറ്റ് സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ട്രേഡിങ്ങിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ഒന്നും എടുത്തിട്ടില്ല, ഒരു സ്ഥലത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി നോക്കിക്കേ, ഫർണിച്ചർ അസറ്റാണ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇത് മൂന്നും അസറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിക്വിഡിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ എഴുതുന്നത്. ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ലിക്വിഡ് ആയിട്ട് നിൽക്കുന്നത് ഏതാ? ഫർണിച്ചർ അല്ലേ. സോ ഫർണിച്ചർ. ഫർണിച്ചറിൻ്റെ എമൗണ്ട് 750. ഇനി പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇതിലേതാ? പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നെ. അതും കഴിഞ്ഞാൽ നമ്മൾ ലാൻഡ് വിൽക്കുള്ളൂ അല്ലേ. പ്ലാന്റ് ആൻഡ് മെഷീനറി എമൗണ്ട് 5000. സോറി 2850. പ്ലാന്റ് ആൻഡ് മെഷീനറി.
ലാസ്റ്റ് ഐറ്റം, ഏറ്റവും ലാസ്റ്റ് നമ്മൾ വിൽക്കാൻ പോകുന്ന ഏറ്റവും പെർമനന്റ് അസറ്റ് ആണ് ഇത്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എമൗണ്ട് 5000. അപ്പൊ നമ്മൾ അസറ്റ് സൈഡിലെ അസറ്റുകളെല്ലാം എഴുതി. ഇനി ലയബിലിറ്റി സൈഡ് എഴുതാൻ പോവാണ്. ലയബിലിറ്റി സൈഡ് ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയുടെ ബേസിസിൽ ഫസ്റ്റ് വരേണ്ടത് നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ട അസറ്റ്സ് ആണ്. അപ്പൊ നമുക്കിവിടെ ഏറ്റവും ആദ്യം നമ്മൾ കൊടുത്തു തീർക്കേണ്ട ആർക്കാണ്? ബിൽസ് പേയബിൾ വന്നിട്ടുണ്ട്. ബിൽസ് പേയബിൾ ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിളിന്റെ എമൗണ്ട് 2000. ബിൽസ് പേയബിൾ കഴിഞ്ഞ് നമുക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ്. ഇവിടെ കണ്ടോ, ബിൽസ് റിസീവബിൾ, സൺട്രി ഡെറ്റേഴ്സ്. സോ ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എമൗണ്ട് തന്നിട്ടുണ്ട് 3800. ഇനി ഏതെങ്കിലും ഐറ്റം ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിൽ ഏത് ഐറ്റമാണ് ഇനി എടുക്കാനുള്ളത്? ഒറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ. ഏതാണ്? ക്യാപിറ്റൽ. അപ്പോൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി അനുസരിച്ച് എഴുതുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലെ ഏറ്റവും ലാസ്റ്റ് വരേണ്ട ഐറ്റമാണ് ക്യാപിറ്റൽ. ക്യാപിറ്റലിന് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്തപ്പോൾ. ആ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്യാപിറ്റലിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. പിന്നെ ഒരൈറ്റം കൂടെ ഉണ്ട്, ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഓണർ പേഴ്സണൽ യൂസിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്തു. അതപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യണം. ഇനി നെറ്റ് ലോസ് ആയിരുന്നെങ്കിലോ ക്യാപിറ്റലിൽ നിന്ന് ലെസ് ചെയ്യും, ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യും. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, അഡീഷണൽ കോൺട്രിബ്യൂഷൻ. ഇതുകൂടാതെ ഓണർ വീണ്ടും അഡീഷണൽ കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നാൽ അത് ആഡ് ചെയ്യും. അഡീഷണൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും, നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യും, നെറ്റ് ലോസ് ലെസ് ചെയ്യും, ഡ്രോയിങ്സ് ലെസ് ചെയ്യും. വീണ്ടും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഉണ്ട്. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ പഠിക്കും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അതായത് നമ്മളിപ്പം ഓണറുടെ കയ്യിൽ നിന്ന് പകരം ഓണറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വിചാരിക്കുക ബിസിനസ് തുടങ്ങാൻ വേണ്ടി. അപ്പോൾ നമ്മളതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓണർക്ക് അയാളുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റ് കൊടുക്കാം. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ കൂടണം അല്ലേ. അപ്പോൾ ക്യാപിറ്റലിനോട് ആഡ് ചെയ്യും, അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തരും. ഇനി ട്രയൽ ബാലൻസ് തന്നെങ്കിൽ അത് ക്ലോസ് ചെയ്യുക മാത്രം ചെയ്താൽ മതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. പിന്നെ അതുപോലെ തന്നെ ഡ്രോയിങ്സ് പേഴ്സണൽ വിഡ്രോയിങ് ആണ്. അതിന് നമുക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം, ബിസിനസ്സിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാം. അപ്പോൾ അത് ലെസ് ചെയ്യണം. ഇതൊക്കെയാണ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഇതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ഇവിടെ രണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ, നെറ്റ് പ്രോഫിറ്റും ഡ്രോയിങ്സും. നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റലിന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ഈ ഇന്നർ കോളത്തിൽ വേണം എഴുതാൻ. 12,500. ആദ്യം ഞാൻ പറഞ്ഞു ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്യണം. സോ ആഡ് എഴുതുക, ആഡ് നെറ്റ് പ്രോഫിറ്റ്. ആഡ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയായിരുന്നു? 2350 അല്ലേ. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ആണ്. ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും? 14,850. ആഡ് ചെയ്ത് ഇവിടെ തന്നെ എഴുതണം, കാരണം ഡ്രോയിങ്സ് ഉണ്ട്. ഇവിടെ ഡ്രോയിങ്സ് ഇല്ലായിരുന്നെങ്കിൽ ഈ എമൗണ്ട് നമുക്ക് ഔട്ടർ കോളത്തിൽ എഴുതാമായിരുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഡ്രോയിങ്സ് ലെസ് ചെയ്യണം. സോ ലെസ് ഡ്രോയിങ്സ്, ലെസ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സിന്റെ എമൗണ്ട് ട്രയൽ ബാലൻസ് ലാസ്റ്റ് ഐറ്റം ആയിട്ട് തന്നിട്ടുണ്ട് 1000. 14,850 നിന്നും 1000 പോയി കഴിഞ്ഞാൽ 13,850. അപ്പോൾ നിങ്ങൾ നോക്കുക, വന്നിരിക്കുന്ന ട്രയൽ ബാലൻസിൽ ഏതെങ്കിലും ഐറ്റം എടുക്കാൻ വിട്ടുപോയോ? ഇല്ല. അത് എടുക്കുമ്പോഴേ മാർക്ക് ചെയ്ത് പോകണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അപ്പോൾ ഒരു ഐറ്റവും നമ്മൾ ഇനി എടുക്കാൻ വിട്ടുപോയിട്ടില്ല. എല്ലാ ഐറ്റവും നമ്മൾ എടുത്തു. ഇനി നമ്മൾ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ആഡ് ചെയ്യാൻ പോവാണ്. രണ്ട് സൈഡും ഈക്വലായിട്ട് ടാലി ആകണം.
രണ്ട് സൈഡും കൂട്ടി നോക്കുക. എളുപ്പം നമുക്ക് ആദ്യം ക്രെഡിറ്റ് സൈഡ് കൂട്ടി നോക്കാം. ക്രെഡിറ്റ് സൈഡ് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 19,650. 19,650 ആണ് ലയബിലിറ്റി സൈഡ് കിട്ടുന്നത്. അസറ്റ് സൈഡിൽ അത് തന്നെ കിട്ടുമെന്ന് നോക്കി. അസറ്റ് സൈഡിലും അതേ എമൗണ്ട് തന്നെ കിട്ടും. 19,650. അപ്പോൾ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ടാലിയായി. അപ്പോൾ ട്രയൽ ബാലൻസ് ടാലി ആയിരുന്നു. അതിൻ്റെ അർത്ഥം അരിതമെറ്റിക്കലി ആക്യുറേറ്റ് ആണ്. അതിൽ നിന്ന് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തു. ഫൈനൽ അക്കൗണ്ട്സിൽ ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഐറ്റംസ്, ബൈയിങ് ആൻഡ് സെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് ആണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്, ഡെബിറ്റ് സൈഡ് ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് എടുത്തു. ദെൻ പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസുകൾ, വേജസ്, ക്യാരിയേജ്, പവർ, ഫ്യൂൽ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഡെബിറ്റ് ചെയ്തു. ദെൻ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് എന്ന ഡയറക്റ്റ് ഇൻകം എടുത്തു. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് എടുത്തു. അതിൻ്റെ റിസൾട്ട് രണ്ട് സൈഡ് നോക്കുക. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നോക്കി കഴിയുമ്പോൾ ക്രെഡിറ്റ് സൈഡ് കൂടെ നിൽക്കുന്നതെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ്, ഡെബിറ്റ് സൈഡ് കൂടെ നിൽക്കുന്നതെങ്കിൽ ഗ്രോസ് ലോസ്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിലും ഗ്രോസ് ലോസ് ആണെങ്കിലും ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഡെബിറ്റ് സൈഡ് എടുക്കും. സാലറി, റെൻറ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. ഇൻഡയറക്റ്റ് ഇൻകം എല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എടുക്കും. അങ്ങനെ എല്ലാ നോമിനൽ അക്കൗണ്ടും, അതായത് ടെമ്പററി അക്കൗണ്ട്സ് എല്ലാം നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും കൂട്ടി നോക്കുന്നു. ക്രെഡിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നതെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്, ഡെബിറ്റ് സൈഡാണ് കൂടി നിൽക്കുന്നതെങ്കിൽ നെറ്റ് ലോസ്. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും നെറ്റ് ലോസ് ആണെങ്കിലും ഇത് ഓണർക്കുള്ളതാണ്. ഓണറുടെ റെപ്രസെൻ്റ് ചെയ്യുന്ന അക്കൗണ്ടായ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അതിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ്. അതിൻ്റെ ബാലൻസ് ഇനിയില്ല. അതിനെ നമ്മൾ ക്ലോസ് ചെയ്തു. ക്യാപിറ്റലിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നെറ്റ് ലോസ് ആണെങ്കിൽ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് ബാലൻസ് ഷീറ്റ്. ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഇരിക്കുന്നത് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഈ മൂന്ന് ഐറ്റം വെച്ച് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, പർട്ടിക്കുലർ ഡേറ്റിൽ, അക്കൗണ്ട് അല്ല. അപ്പോൾ രണ്ട് സൈഡ്, ലെഫ്റ്റ് സൈഡ് ലയബിലിറ്റീസ്, ദെൻ എമൗണ്ട്, റൈറ്റ് സൈഡ് അസറ്റ്സ്, എമൗണ്ട്. എഴുതുന്നതിന് മുമ്പ് തന്നെ ഓർഡർ തീരുമാനിക്കണം. ഓർഡർ ഓഫ് ലിക്വിഡിറ്റി, ഓർഡർ ഓഫ് പെർമനൻസ്, ഏതെങ്കിലും ഒരു ഓർഡർ ആദ്യം തീരുമാനിക്കുക. അതനുസരിച്ച് ഒരു സൈഡ് ആദ്യം എഴുതുക. ഒന്നെങ്കിൽ അസറ്റ് സൈഡ്, ലയബിലിറ്റി സൈഡ്, ഏത് സൈഡാണ് എഴുതാൻ തുടങ്ങുന്നത് അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ട് അടുത്ത സൈഡിലേക്ക് പോവുക. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസ്, ഡ്രോയിങ്സ് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ ആഡ് ചെയ്യാനുള്ളത് ആദ്യം ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ലെസ് ചെയ്യുക. അത് കഴിഞ്ഞ് രണ്ടും കൂട്ടി നോക്കുക. അസറ്റ് സൈഡ്, ലയബിലിറ്റി സൈഡ് ടാലി ആകും. ഇതിപ്പോൾ നമ്മൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആണ് എഴുതിയത്. ഈ ബാലൻസ് ഷീറ്റ് തന്നെ ഓർഡർ ഓഫ് പെർമനൻസിൽ എഴുതുവാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ നേരെ തിരിച്ചു വരും. അസറ്റ് സൈഡിൽ ആദ്യം ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, അങ്ങനെ ലാസ്റ്റ് ഐറ്റം ഏറ്റവും ഇതായിട്ട് വരുന്നത് ക്യാഷ് ആണ്. ലാസ്റ്റ് ഐറ്റമാണ് ക്യാഷ് വരും. ഇനി ലയബിലിറ്റി സൈഡ് എഴുതുവാണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് വരും. ക്യാപിറ്റൽ ആദ്യത്തെ ഐറ്റം വരും. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ്, പേയബിൾ. ഓർഡർ ഓഫ് പെർമനൻസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഡർ പഠിച്ചിരുന്നേ പറ്റും. ചുമ്മാ തന്നിരിക്കുന്ന ട്രയൽ ബാലൻസ് ചുമ്മാ അതേപടി ഒരൈറ്റം പെറുക്കി എഴുതിയാൽ അങ്ങനെയല്ല എഴുതേണ്ടത്. ഏതെങ്കിലും ഓർഡർ പഠിക്കുക. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എല്ലാം കവർ ചെയ്തു. റെക്കോർഡിംഗ് ജേണലിൽ ചെയ്തു, ക്ലാസിഫിക്കേഷൻ ലെഡ്ജർ ചെയ്തു, സമ്മറൈസിങ് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, ദെൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തു, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. അതിൽ നിന്നും അനാലിസിസ്, ഇത് നോക്കിയാൽ നമുക്കറിയാം അല്ലേ, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാം, റിസൾട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിസൾട്ട് അറിയാം. അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഓഡിറ്റ് ചെയ്യും. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഡിറ്റ് ചെയ്യും. അങ്ങനെ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ആണ് നമ്മൾ പബ്ലിക്കിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എല്ലാം ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്, ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു, റിസൾട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ വിട്ടുപോയി ചെയ്യാൻ വിട്ടുപോയി, അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അക്കൗണ്ട് റെക്കോർഡ് ചെയ്തായിരുന്നെങ്കിൽ ട്രയൽ ബാലൻസിൽ വന്നേനെ. അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെ നമുക്ക് ഫൈനൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും ഒന്നും കൂടെ ചെയ്ത് നോക്കുക.
So let me conclude. See you next class. Thank you all.